കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ഗുരുവായൂരപ്പൻ ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട്. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വെച്ചിട്ട് നമുക്കിങ്ങനെ പോരാം. അങ്ങനെ വന്ന് അത്തിമര ഗണപതിയെ തൊഴാനായിട്ട് പോവാം. അത്തിമര ഗണപതിയുടെ അവിടെ വരുമ്പോൾ വളരെ സുഖമാണ്, യാതൊരു തിരക്കുമില്ല, വളരെ സുഖമായിട്ടുള്ള ആ ദർശനം. അവിടെ വന്ന് തൊഴുത് നമ്മൾ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരുക. അങ്ങനെ പോരുമ്പോൾ ആ കൊടിമരം കാണാം, അതിൻ്റെ അപ്പുറത്തുള്ള വലിയ ബലിക്കല്ല് കാണാം. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ വെച്ചത് കാണാം. അതിൻ്റെ നടുക്കായി മഹാലക്ഷ്മി ദേവീനെയും കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ കയറുമ്പോൾ, വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലേക്ക് നോക്കിയിട്ട് ആ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതൊന്ന് നോക്കി തൊഴാം. അവിടെ കെടാവിളക്ക് കത്തിച്ച് വയ്ക്കുന്നുണ്ട്. അതേപോലെ വലത്തെ ഭാഗത്തുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഇന്നും വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് കാണാനുള്ളത്. നെയ്വിളക്കിൻ്റെ പ്രഭയിൽ സ്വർണ്ണവിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നതിൻ്റെ, അതേപോലെ വെള്ളി വിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നതിൻ്റെ പ്രഭ അങ്ങനെ ഭഗവാന്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇങ്ങനെ തടയുകയാണ്. അങ്ങനെ തടയുമ്പോൾ അവിടെയുള്ള സ്വർണത്തിൻ്റെ ആ ഒരു ഇതും കൂടി നമ്മളിലേക്ക് എത്തുക. അങ്ങനെ നമ്മൾ കാണാനുള്ളത് ഇന്നിങ്ങനെ ഒരു കുഞ്ഞുണ്ണിയാണ്. കുഞ്ഞുണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, അങ്ങനെ ഇടത്തെ കാലിങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്ന പോലെ, കുന്തിച്ചിരിക്കുന്ന പോലെ, വലത്തെ കാലിങ്ങനെ ഒന്ന് തൂക്കിയിട്ട മാതിരി അങ്ങനെ ഇരിക്കുകയാണ്. വലത്തെ കാലിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്, ഇടത്തെ കാലിങ്ങനെ ആയിട്ടിരിക്കണു. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ അരമണി കാണാണ്ട്, കിങ്ങിണിയുണ്ട്. ചെറിയ ഉണ്ണിയാണ്, ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ. അങ്ങനെ വയറത കുഞ്ഞ് കുമ്പ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കഴുത്തിലൊരു വളയം പോലത്തെ മാല, പിന്നെ ഒരു മാങ്ങാമാല, പിന്നെ ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ 3 മാലകളുണ്ട്. അതിൻ്റെയൊക്കെ തിളക്കാണ് കാണുന്നത്. അങ്ങനെ കയ്യിലേക്ക് നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, കയ്യിലിങ്ങനെ തോൾവളകൾ. കയ്യിലാണെങ്കിൽ വെണ്ണയാണ് കേട്ടോ, വലത്തെ കയ്യിൽ വെണ്ണയാണ്. വെണ്ണ എടുത്ത് കഴിക്കുകയാണ്. ആ ചുണ്ടത്തൊക്കെ വെണ്ണ ഉണ്ടെന്നാണ് തോന്നുന്നത്. വെണ്ണ ഇങ്ങനെ കഴിക്കുകയാണ്. അതേപോലെ ഇടത്തെ കയ്യിൽ നോക്കുകയാണെങ്കിൽ ഇടത്തെ കയ്യിലിങ്ങനെ വലിയൊരു വെണ്ണക്കുട നിറച്ച് വെണ്ണ, അതിങ്ങനെ നിറഞ്ഞ് തുളുമ്പിരിക്കുക. അതൊന്ന് വാരി വാരി പോക്കി കഴിക്കുകയാണ്. അതാണ് ആ കാണുന്ന കാഴ്ച. എന്താ, ആരെയും നോക്കണില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. നമുക്ക് തോന്നുന്നു നമ്മളെ നോക്കുന്നുണ്ടെന്നൊക്കെ, പക്ഷെ എന്നാലും ആരെയും നോക്കണില്ല, എല്ലാം നന്നായിട്ട് കഴിക്കുകയാണ്. വേഗം എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കഴിച്ചിട്ട് കുറേ വയറ് ഇങ്ങനെ നിറയുമ്പോഴാണ് നമ്മളെ നോക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല രസം ആ കാഴ്ച കാണാൻ. അങ്ങനെ പുഞ്ചിരിച്ച മുഖത്തോടു കൂടി, കാരണം വെണ്ണ കണ്ടാൽ പിന്നെ ഇനി എന്താ, കണ്ണനെ ഒരു കുടം നിറച്ച് വെണ്ണ, ഒരു കലം നിറച്ച് വെണ്ണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ എന്താ നോക്കാനുള്ള ഒന്നുമില്ല. അപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ആ ഒരു പ്രകൃതത്തിലാണ് ഇരിക്കുന്നത്. ചിരിച്ചുല്ലസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വെണ്ണ കഴിക്കണോണ്ട് പിന്നെയും വാരി വാരി ഇങ്ങനെ കഴിക്കുക തന്നെ. നല്ല രസം ആ കാഴ്ചയാണ് കാണാനുള്ളത്. അങ്ങനെ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കിരീടമുണ്ട്, അതും കളഭം കൊണ്ട് തന്നെയാണ്. പിന്നെ അതേപോലെ തിരുമുടി മാലകളുണ്ട്, 2 തിരുമുടി മാലകളുണ്ട്. തുളസിപ്പൂവും വെളുത്ത പൂവായിട്ടുള്ളത് ഒരെണ്ണം, തെച്ചി മാത്രമായിട്ട് ഒരെണ്ണം, അങ്ങനെ 2 അതിങ്ങനെ വേറെ കാണാനുണ്ട്. അതേപോലെ വലിയ 2 ഉണ്ടമാലകളുണ്ട്. ചെറിയ കുട്ടിയാച്ചാലും വലിയ ഉണ്ടമാലയാണ്. വലിയ ഉണ്ടമാല വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ താമര ഉണ്ട്, വെളുത്ത താമരയുണ്ട്, അതേപോലെ തെച്ചിയും തുളസിയായിട്ടുള്ളതും അതേപോലെ തന്നെ. പിന്നെ തെച്ചിപ്പൂവ് ഇങ്ങനെ ഒരു പൊട്ട് പോലെ വെച്ച മാതിരി കാണാനുണ്ട്. തുളസിയും വെളുത്ത പൂവുണ്ട്, തെച്ചിപ്പൂ കൊണ്ട് ഓരോ വരയ്ക്കണ പോലെ അങ്ങനെ വെച്ച പോലെ, അങ്ങനെ 2 ഉണ്ടമാലകൾ കാണാനുണ്ട്. പിന്നെ വിധാനമായിട്ട് 4-5 തുളസിമാലയുണ്ട്, താമരമാലയുണ്ട്. അങ്ങനെ കാണാനുള്ളതേ ശ്രീലകത്ത്. എന്തൊരു രസമാണ് കാഴ്ച, എത്ര കണ്ടാലും മതിയാവാത്ത എന്താ വെച്ചാൽ വെണ്ണക്കുടത്തുനിന്ന് വെണ്ണ അങ്ങനെ വാരി കഴിക്കണ പൊന്നുണ്ണീനെയാണ്. എന്തൊരു കൗതുകമാണെന്നറിയോ, കണ്ടാലും മതിയാവില്ല. അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ തന്നെ നമുക്കിങ്ങനെ തോന്നും. ഏത് സമയം ഇങ്ങനെ കണ്ടിരുന്ന കുറച്ച് നമുക്ക് തന്നാലോ എന്ന് തോന്നണ പോലെ, കാരണം അത്രയ്ക്ക് സന്തോഷത്തിലാണ് ആളിരിക്കണത്. അപ്പോൾ നല്ല രസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നന്നായിട്ട് കണ്ട് തൊഴുതോളൂ കേട്ടോ. നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക.
അപ്പോൾ ആ മനസ്സ് ഇങ്ങോട്ട് വന്ന് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ കാണുന്ന കാഴ്ചയാണ്. ഭഗവാനെ മനസ്സൊരുക്കി വിളിച്ചോളൂ, എന്ത് വിളിച്ചാലും ആ വിളിപ്പുറത്തുണ്ടാവും ആ ഭഗവാനെ നാരായണൻ. അപ്പോൾ അങ്ങനെ വിളിക്കുക, കണ്ട് തൊഴുക. അപ്പോൾ നമ്മളിന്ന് കണ്ട ആ തൊഴുതു. ഇനി നമ്മൾ പതുക്കെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആദ്യം കാണുന്ന അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുക, പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. അതുപോലെ കുറച്ചിങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ ആ ചുമരിൻ്റെ മുകളിലുള്ള ആലിലെ കണ്ണനെയും കണ്ട് തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് കുറച്ചൊക്കെ തിരക്കുണ്ട്. അവിടെയും വന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെയും കണ്ണൻ്റെ ബാക്കി കണ്ണനായിട്ട് തന്നെയാണ്. കാരണം മയിൽപീലിയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല അലങ്കാരം തന്നെയാണ്. കൊമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ വെളുത്ത പോലെയാണ് കാണുന്നത്, അതായത് വെളുത്ത ചുവന്ന പോലെ. കളഭത്തിൻ്റെ ആ ചന്ദനത്തിൻ്റെ ഇതിൽ കൂടെ അങ്ങനെ ഉള്ളത് കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദരനായിട്ടാണ് ആ ഗണപതി ഇരിക്കുന്നത്. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ എപ്പോഴും വഴിപാടൊക്കെ കഴിക്കുന്നത് അവിടെയും വന്ന് കഴിക്കും ആൾക്കാരെ. അപ്പോൾ അത് പറഞ്ഞാൽ വേഗം ചെയ്യാലോ. അപ്പോൾ അവിടെ കണ്ട് നമുക്ക് വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും തൊഴുതോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ട് തൊഴുക. സരസ്വതി അറയിലേക്ക് നോക്കുമ്പോൾ 2 മാലകളുണ്ട്, അതേപോലെ കടാവിളക്കും കത്തി നിൽക്കുന്നുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലുള്ള ഗണപതിനെയും മായാദേവീനെയൊക്കെ കണ്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴാം. മേൽശാന്തിര അവിടുന്ന് ചന്ദനപ്രസാദം, അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങി തൊഴുത് അങ്ങനെ ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. കവപ്രമാരാത്ത് അച്യുത നമ്പൂരിപ്പാടാണ്. പിന്നെ അവിടുന്ന് വാമന രൂപം കാണാം, അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അവിടെ ധാരാളം താമരമാല ഉണ്ട്, തുളസിമാല ഉണ്ട്, വെളുത്ത പൂ കൊണ്ടുള്ള മാലകളുണ്ട്. അപ്പോൾ നിറച്ച് മാലകളായിട്ട് തന്നെയാണ് വിധാനമായിട്ട് മുകളിലും ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കുക, പുരുഷന്മാരൊക്കെ സാഷ്ടാംഗം നമസ്കരിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് ആ കണ്ണൻ്റെ അടുത്തെത്തുമ്പോൾ 2-3 തുളസിമാലകളുണ്ട്, അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുകൻ്റെ അവിടെ ചെല്ലുക. മുരുകൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഭസ്മം കൊണ്ട് അഭിഷേകം ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്നൊരു ചെറിയ വെറ്റിലമാലയുണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്, ഇടയ്ക്കേ ഉണ്ടാവണുള്ളൂ. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ച് അതേപോലെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ അടുത്ത ആ ഒരു മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയിട്ട് തൊഴാം. പിന്നെ നമ്മൾ കുറൂരമ്മേനി നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അവിടെയും അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ ഭഗവതിയുടെ അവിടെ ഗോളകയാണ് ഇറക്കിയത്. അതേപോലെ മുഖമൊക്കെ അങ്ങനെ കാണുന്നു. നിറയെ പൂക്കൾ കൊണ്ട് മാലകളുണ്ട്, അർച്ചന കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചുവന്ന പൂക്കൾ ഇങ്ങനെ മുകളിലുണ്ട്, ചുവന്ന പൂമാലയുണ്ട്, തെച്ചിപ്പൂവിൻ്റെ മാല ഉണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് തന്നെ കാണാം കാഴ്ച. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ആ കോർണറിലേക്ക് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ മമ്മി വീരപ്പനെ വിചാരിക്കുക, നമശിവായ 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 എന്നുള്ള മന്ത്രം ചെല്ലുക. മനസ്സിൽ വിചാരിച്ച് മമ്മി വീരപ്പനെ പോയി തൊഴുത് വരുന്ന ആ ഒരു പ്രതീതിയാവും. അവിടുന്ന് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വന്ന് വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ആ വെണ്ണക്കണ്ണനെ, ആ കാലുമടക്കി വെച്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക, ആ കിടാവിളക്ക് നോക്കി തൊഴുക, നമസ്കരിക്കുക. അങ്ങനെ വന്ന് അയ്യപ്പസ്വാമിയുടെ അവിടേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്നിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ നന്നായിട്ട് കളഭം കൊണ്ട് ചാർത്തി വരുന്നു, ചന്ദനം കൊണ്ട്. കിരീടമൊക്കെ വെക്കാൻ തുടങ്ങണേ ഉള്ളൂ. അപ്പം അങ്ങനെ ആയി വരണേ ഉള്ളൂ കേട്ടോ. വെളുത്ത പാവുമുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു കറുത്ത മുണ്ടും ഉടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമീനും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെയൊക്കെ തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കണ്ട് തൊഴാം. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലത്തെ ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് നേരെ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം വെക്കാനായിട്ട് പോവാം. അങ്ങനെ പോകുമ്പോൾ ആ നടുക്കുള്ള ആ കാളിയമർദ്ദന രൂപത്തിലുള്ള കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ പോയിട്ട് അവിടെ നിന്ന് പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം അവിടേക്ക് ഒന്ന് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ അത്താണിയൊക്കെ കാണാം. അത്താണിയൊക്കെ നോക്കി അങ്ങനെ വന്ന് നേരെ നമ്മൾ ഭഗവതിയുടെ അവിടെ വന്ന് ഒന്നുകൂടിയും തൊഴുത് അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കുക. അപ്പോൾ ധാരാളം ആ ദീപപ്രഭ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിറങ്ങിയോണ്ട് അവിടുത്തെ ഉണ്ണിക്കണ്ണൻ്റെ രൂപമാണെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് തൊഴ ഒന്നുകൂടി. പിന്നീട് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ അവിടെ ചെന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയും ഒക്കെ കണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ചൊല്ലുക. അങ്ങനെ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും കൂടി. ശിവന്യകൃഷ്ണ മകേരം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ മഹിളാമണിയുടെ വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് തടസ്സങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി, ബിന്ദു ഉണ്ണിയുടെ മക്കളുടെ വിവാഹം, അവരുടെ ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതി നന്നാവാനും, അനിത ഷാജി മോൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, മോഹന ചതയം കരൽ രോഗം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇനി ചെറിയൊരു കഥ. ഇന്ന് നമ്മൾ പറയുന്നത് രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ ഒരു കബന്ധ മോക്ഷമാണ്. രാക്ഷസനായ കബന്ധന് ശ്രീരാമൻ മോക്ഷം നൽകിയതിനെക്കുറിച്ചാണ്. ശ്രീരാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് കാടുകളിലൂടെ അലയുന്നതിനെയാണ് കബന്ധനുമായി കണ്ടുമുട്ടുന്നത്. പഞ്ചവടിയിൽ നിന്ന് സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം സഹോദരങ്ങൾ ദുഃഖിതരും ക്ഷീണിതരുമായിരുന്നു. സീതയെ കണ്ടെത്താനുള്ള യാത്രയിൽ അവർ കാടിൻ്റെ നിമിഡമായ ഒരു ഭാഗത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ചാണ് ഭീകരനായ കബന്ധനെ അവർ കാണുന്നത്. വികൃതമായ രൂപമായിരുന്നു കബന്ധന്. അവന് തലയോ കഴുത്തോ ഉണ്ടായിരുന്നില്ല. അവൻ്റെ വയറ്റിലായിരുന്നു വായ. നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരൊറ്റ വലിയ കണ്ണായിരുന്നു. വളരെ നീണ്ട കൈകളായിരുന്നു അവനുണ്ടായിരുന്നത്. അതുപയോഗിച്ച് കാട്ടിലെ മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ പിടിച്ച് വായിലേക്കിട്ട് ഭക്ഷിക്കുകയായിരുന്നു അവൻ്റെ രീതി. രാമനും ലക്ഷ്മണനും കബന്ധൻ്റെ അടുത്തേക്ക് അബദ്ധത്തിൽ ചെന്നു വിറ്റു. തൻ്റെ നീണ്ട കൈകൾ കൊണ്ട് കബന്ധൻ അവരെ ഒരുമിച്ച് പിടികൂടി. രാമനും ലക്ഷ്മണനും ഒരു നിമിഷം പരിഭ്രമിച്ചു പോയെങ്കിലും അവർ വേഗത്തിൽ ധൈര്യം വീണ്ടെടുത്തു. തങ്ങളെ പിടികൂടിയ ഈ ഭീകരസത്വത്തെ എങ്ങനെ നേരിടണമെന്ന് അവർ ആലോചിച്ചു. കബന്ധൻ അവരെ ഭക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നമുക്ക് ഇവൻ്റെ കൈകൾ വെട്ടിമാറ്റാം. അതുമാത്രമാണ് ഇവനെ കീഴ്പ്പെടുത്താനുള്ള വഴി. അതനുസരിച്ച് രാമൻ തൻ്റെ വാളെടുത്ത് കബന്ധൻ്റെ ഒരു കൈ വെട്ടിമാറ്റി. അതേസമയം ലക്ഷ്മണൻ മറ്റേ കൈയും വെട്ടിമാറ്റി. കൈകൾ നഷ്ടപ്പെട്ട കബന്ധൻ വേദനയോടെ അലറി. അവൻ നിലത്ത് വീണ് പിടഞ്ഞു. കൈകൾ നഷ്ടപ്പെട്ടപ്പോൾ കബന്ധൻ തൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങി. അവൻ വേദനയോടെ രാമനോടും ലക്ഷ്മണനോടും ചോദിച്ചു, ആരാണ് നിങ്ങൾ? എൻ്റെ കൈകൾ വെട്ടിമാറ്റി നിങ്ങൾ ആരാണ്?
രാമൻ തങ്ങളെ പരിചയപ്പെടുത്തി തങ്ങൾ ദശരഥൻ്റെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനുമാണെന്നും സീതയെ അന്വേഷിച്ച് കാട്ടിലൂടെ സഞ്ചരിക്കുകയാണെന്നും കബന്ധനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ കബന്ധൻ സന്തോഷമാണ്. അവൻ പറഞ്ഞു, ശ്രീരാമ, അങ്ങ് എൻ്റെ മോക്ഷത്തിനായി എത്തിയതാണ്. എനിക്കിപ്പോൾ മനസ്സിലായി. ഞാനൊരു ഗന്ധർവനായിരുന്നു. പേര് ധനു. ഒരു ശാപം നിമിത്തമാണ് എനിക്ക് ഭീകരരൂപം ലഭിച്ചത്. ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റാണ് എനിക്ക് തലയും കഴുത്തും നഷ്ടമായത്. എന്നാൽ ബ്രഹ്മാവ് എനിക്കൊരു വരം നൽകി. രാമൻ എൻ്റെ കൈകൾ വെട്ടിമാറ്റുമ്പോൾ എനിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന്. തുടർന്ന് കബന്ധൻ രാമനോട് തൻ്റെ പൂർവ്വകഥ വിശദീകരിച്ചു. തൻ്റെ ഗന്ധർവലോകത്തെ അതിസുന്ദരനും പ്രഗത്ഭനുമായ ഒരു ഗന്ധർവനായിരുന്നു എന്നും ഒരിക്കൽ അഹങ്കാരം നിമിത്തം അഷ്ടവക്ര മഹർഷിയെ പരിഹസിച്ചെന്നും അതിൻ്റെ ഫലമായി മഹർഷി തന്നെ ഈ രാക്ഷസരൂപത്തിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചെന്നും കബന്ധൻ പറഞ്ഞു. ആ ശാപത്തിൽ നിന്ന് മോചനം തേടാൻ രാമൻ തൻ്റെ കൈകൾ ഛേദിക്കണം എന്നതായിരുന്നു ആ മോക്ഷ മാർഗം. തൻ്റെ ശരീരത്തെ ദഹിപ്പിക്കാൻ കബന്ധൻ രാമനോട് അപേക്ഷിച്ചു. അവൻ്റെ ശരീരം ദഹിപ്പിച്ചാൽ തനിക്ക് ഗന്ധർവരൂപം തിരികെ ലഭിക്കുമെന്നും സീതയെ കണ്ടെത്താൻ രാമനെ സഹായിക്കാൻ കഴിയുമെന്നും പറഞ്ഞു. രാമനും ലക്ഷ്മണനും ചേർന്ന് കബന്ധൻ്റെ ശരീരം ദഹിപ്പിച്ചു. അഗ്നിയിൽ നിന്ന് കബന്ധൻ തൻ്റെ ദിവ്യരൂപം വീണ്ടെടുത്ത ഗന്ധർവൻ ധനുവായി ഉയർന്നു വന്നു. അവൻ അതീവ സന്തോഷത്തോടെ രാമനെ വണങ്ങി. ഗന്ധർവൻ രാമനോട് പറഞ്ഞു, രാമ, അങ്ങയുടെ സീതയെ കണ്ടെത്താൻ ഞാൻ സഹായിക്കാം. അങ്ങ് നേരെ ഹൃശ്യമൂകാചലത്തിലേക്ക് പോവുക. അവിടെ സുഗ്രീവനുണ്ട്. സുഗ്രീവൻ വാനര രാജാവാണ്. അദ്ദേഹത്തിന് സീതയെ കണ്ടെത്താൻ അങ്ങയെ സഹായിക്കാൻ കഴിയും. സുഗ്രീവനും തൻ്റെ സഹോദരൻ ബാലിയാൽ രാജ്യഭ്രഷ്ടനാക്കപ്പെട്ടവനാണ്. അതിനാൽ ദുരിതത്തിലായിരിക്കും. പരസ്പരം സഹായിക്കാൻ കഴിയും. കബന്ധൻ പറഞ്ഞുകൊടുത്ത മാർഗവുമായിട്ടാണ് അടുത്ത ആ ഒരു കാര്യത്തിനായിട്ട് സുഗ്രീവനെ കാണാനായിട്ട് പോകുന്നത്. കബന്ധൻ നേരെ ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും നല്ലൊരു വഴിത്തിരിവായി കബന്ധൻ്റെ ഈ മോക്ഷം കൊണ്ടേ. അപ്പോൾ ഓരോന്നിനും കാര്യകാരണം ഓരോന്നായിട്ടുണ്ട്. അതിപ്പോൾ രാമായണത്തിലായാലും ഭഗവത്ഗീത ആയാലും മഹാഭാരതമായാലും എല്ലാത്തിനും ആ കണ്ണൻ്റെ, അതായത് കൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെയൊക്കെ ആ മായകൾ അതിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു എന്നാണ്. എന്തായാലും നമ്മളൊക്കെയും ആ മായകൾ കിടന്ന് അങ്ങനെ ആടി ഉലയാണ്. പക്ഷെ നമുക്കൊക്കെ ആ ഗുരുവായൂരപ്പൻ്റെ ചരണാരവിന്ദങ്ങൾ ഉണ്ടാവുകൊണ്ട് നമ്മളൊക്കെ പിടിച്ചു നിൽക്കണമെന്ന് മാത്രം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.